കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവൾ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്നൊരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറേ ആശുപത്രികളും വന്ന്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതെ, അഖിൽമാരാർ. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൂടെ മാത്രമല്ല ബിഗ് ബോസിലൂടെ, ബിഗ് ബോസ് മലയാളം സീസൺ 5 നമ്മൾ ഓരോരുത്തരും നെഞ്ചിലേറ്റിയ ഒരു പകയൻ. നമുക്കറിയാം, അഖിൽമാരാർ വലിയ വാക് സാമർഥ്യമുള്ളൊരു വ്യക്തിയാണ്. അഖിൽമാരാർ പ്രത്യേകിച്ചും കൊല്ലംകാരനായതുകൊണ്ട്, നമ്മുടെ നാട്ടുകാരനായതുകൊണ്ട് അഖിൽമാരാറിനെ പെട്ടെന്നൊന്നും ആർക്കും അങ്ങനെ സംസാരിച്ച് തോൽപ്പിക്കാനാവില്ല. ഇപ്പോഴിതാ തൃക്കാക്കരയുടെ പുതിയ MLA ആയി താൻ മാറുമെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു പഹയനാണ് അഖിൽമാരാർ. അതിനിടയിൽ തനിക്കൊന്ന് നേരിൽ കയറണമെന്ന വലിയ ആഗ്രഹമുണ്ടാവുന്നു. ഇലക്ഷന്റെ റിസൾട്ട് അറിയുന്നതിന് മുമ്പ് തനിക്ക് നന്നായി ഒന്ന് ഏറിൽ കയറണം. അങ്ങനെ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അദ്ദേഹം ഏറിൽ കയറുകയാണ്. എന്താണ് ഉണ്ടായത്? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ ആണെന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്ന പഹയന്മാർ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായി ശ്രദ്ധിക്കുക. കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവൾ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്നൊരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറേ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറേ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്നൊരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വയ്ക്കും. അതായത് മാരാർ പറയുന്നത് ആദ്യകാലത്തൊക്കെ വളരെ എൻജോയ്മെന്റ്, അതായത് ഒരു എന്റർടൈൻമെന്റ് ആക്കി സ്ത്രീകൾ മാറ്റിയിരുന്നു. ഓനെ കുറ്റം പറയാൻ കഴിയില്ല. ആദ്യകാലത്തൊക്കെ നമ്മുടെ അമ്മയുടെ അമ്മമാരൊക്കെ ഈ പറഞ്ഞ കണക്ക് 8, 9, 10, 12 ഒക്കെ പ്രസവിച്ച ആളുകളുണ്ട്. സ്വാഭാവികമായിട്ടും ഓൻ നോക്കിയപ്പോൾ അത്തരം പ്രസവങ്ങളൊന്നും ഇപ്പം നടക്കുന്നില്ല. ഇപ്പം ഭയങ്കര കോംപ്ലിക്കേഷൻ, ഒരെണ്ണം തന്നെ പ്രസവിക്കാൻ വലിയ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള പലവിധ വിഷയങ്ങൾ, അത്തരത്തിലുള്ള വിഷയങ്ങൾ കാരണം കുട്ടികളെ പോലും നഷ്ടമാവുന്ന ചില കേസുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി പഴയ കാലം വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ ബർത്തിൽ മരണപ്പെടുന്ന കുട്ടികൾ കുറവാണ് എന്ന് വേണം പറയാം. പണ്ടത്തെ കാലത്ത് 8, 9 ഒക്കെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 1, 2 കുട്ടികൾ, അല്ല 2ൽ കൂടുതൽ കുട്ടികളെങ്കിലും മരിച്ചിട്ടുണ്ട്. അത് ആരും അങ്ങോട്ട് അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ അഖിൽമാരാറിനെ ഇനി ഏറെ കയറ്റാൻ ആരും ബാക്കിയില്ല. സർവ്വ ആളുകളും, പ്രസവിച്ചവരും പ്രസവിക്കാത്തവരും എല്ലാ അമ്മമാരും ഒന്നടങ്കം ഒരു യൂണിറ്റായിട്ട് വന്നിട്ട് ആശാനെ ഏറി കയറ്റിയിരിക്കുക. സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രസവവേദനയാണ്. അതായത് പ്രസവവേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഞാനാണ് ഈ മക്കളെ ഇത്രയും അധികം നൊന്ത് പ്രസവിച്ചതെന്നൊക്കെ പറഞ്ഞ് പണ്ട് കാലം തൊട്ട് ഇപ്പോഴുമുള്ള ആളുകളും വെല്ലുവിളിക്കുന്നത്, പുരുഷന്മാരെ വെല്ലുവിളിക്കുന്നത് ഞങ്ങളാണ് പ്രസവവേദന അറിഞ്ഞതെന്നാണ്. അതൊരു വാസ്തവം തന്നെയാണ്. എൻ്റെ സ്വന്തം അനുഭവത്തിൽ പറയുകയാണെങ്കിൽ 2ാമത്തെ കുട്ടി ഉണ്ടായപ്പോൾ ഹോസ്പിറ്റലിൽ നേരായിട്ട് ഞാനുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 1/2 മണിക്കൂറോളം ഭയങ്കര കരച്ചിലായിരുന്നു. ആ ഒരു കരച്ചിൽ കേട്ടപ്പോൾ നമുക്കറിയാം, അത്രയും അധികം കരച്ചിൽ നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു കേട്ടുകേൾവിയുള്ള കരച്ചിലല്ല. അപ്പോൾ അത്രയും അധികം കരയണമെങ്കിൽ അത്രയും അധികം പെയിൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പെയിൻ എന്തായാലും പുരുഷന്മാർക്ക് ജീവിതത്തിൽ സാധാരണ നിലയ്ക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളോ ആക്സിഡൻറ്റോ ഒക്കെ പറ്റിയുള്ള പെയിൻ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ ഈ പ്രസവ വേദന പോലുള്ളൊരു പെയിൻ പുരുഷന്മാർക്ക് വരാറില്ല. അതുകൊണ്ട് തന്നെ അഖിൽമാരാർ എന്ന് പറയുന്ന ഈ ഒരു തിരുമണ്ടൻ ഇവിടെ സംഭവിച്ചത് വലിയൊരു അമളിയാണ്. അതായത് എനിക്ക് തോന്നുന്നത് അന്നത്തെ കാലത്ത് ഇത്രയും അധികം പ്രസവങ്ങൾ നടക്കുന്നു. ഓൻ ചിന്തിക്കാതെ പോയൊരു കാര്യം, എൻ്റെ എനിക്കുള്ള അറിവ് വെച്ച് പറയുന്നതാണ്. അതായത് അന്നത്തെ കാലത്ത് ഈ പറയുന്ന പ്രസവങ്ങൾ നടക്കുന്നു. ആദ്യത്തെ ഈ പറഞ്ഞ പ്രസവം വീട്ടിൽ പ്രസവിക്കുന്നു. അതിനുശേഷം ഇവർ ഹോസ്പിറ്റലിൽ പോവുകയോ സ്റ്റിച്ച് ഇടുകയോ ഒന്നും ചെയ്യുന്നില്ല. അതായത് ഈ വജീന മുറിഞ്ഞതിന് ശേഷം, വലുതായതിനു ശേഷം ഈ പറഞ്ഞ കണക്ക് പിന്നീട് അത് പഴയ പോലെ പുനഃസ്ഥാപിക്കുന്നില്ല. പിന്നീടുള്ള 2, 3, 4, 5, 6, 7 പ്രസവങ്ങൾ നടക്കുമ്പോൾ ഈ പറഞ്ഞ സുഗമമാകാനുള്ളൊരു പ്രധാന കാരണം അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റേ കേസിൽ, അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ പ്രസവം കഴിഞ്ഞതിന് ശേഷം, അതായത് പ്രസവിക്കാൻ പോകുമ്പോഴത്തെ വജീന ഇതേപോലെ കീറുന്നു, അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് പഴയ പോലെ ആക്കി വെക്കുന്നു. അത് എന്തിനാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അത്തരമൊരു ഏർപ്പാട് പണ്ടില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഉണങ്ങുമ്പോഴത്തേനും പൂർവ്വ സ്ഥിതിയിലാവത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സുഗമമായി അന്നത്തെ കാലത്ത് പ്രസവിക്കാൻ പറ്റുമായിരുന്നു. ഇന്നത്തെ കാലത്ത് ഈ പ്രസവവേദന എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പലർക്കും പല രീതിയിലാണ്. ഇടുപ്പോട്ട് അങ്ങോട്ട് വലിയ കലശലായ വേദന, അടിവയറ്റിന് താഴോട്ട് ഭയങ്കര വേദന. അവർക്കൊക്കെ ഈ പറഞ്ഞ കണക്ക് മരണവേദനയാണ്. എക്സസൈസ് ഒന്നും കാര്യമായിട്ട് ചെയ്യാതിരിക്കുന്നവർക്കൊക്കെ മരണവേദനയാണ്. ഓരോരുത്തർക്കും ഓരോ വേദനയാണ്. ചിലർക്ക് വലിയ രീതിയിലുള്ള ബാക്ക് പെയിൻ,
അതായത് മരിക്കാൻ പോകുന്ന രീതിയിലുള്ള ബാക്ക് പെയിൻ ഉണ്ടാകുന്ന ആൾക്കാരുമുണ്ട്. അലമുറയിട്ട് കരയുന്ന ആൾക്കാരെ നമുക്ക്, പ്രത്യേകിച്ച് നമ്മൾ ഈ തിരുവനന്തപുരത്ത് എസ് ഐ ടിയിലൊക്കെ പോയി നോക്കുവാണെങ്കിൽ പ്രസവാടിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ കരച്ചിലാണ്. അലമുറയിട്ട് കരയുന്ന ആൾക്കാരെയാണ്. ചുമ്മാ ആരെങ്കിലും ഇങ്ങനെ അലമുറയിട്ട് കരയും. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഈ പറഞ്ഞ കരച്ചിലുണ്ടായിരുന്നു. വയറ്റാട്ടി പ്രസവിക്കാൻ വരുമ്പോഴും വീട്ടിൽ കിടന്ന് അമ്മമാർ കരഞ്ഞതിന് ശേഷമാണ് പ്രസവിക്കുന്നത്. ആദ്യത്തെ പ്രസവത്തിനാണ് ഈ ഒരു വേദന അന്നത്തെ കാലത്ത്. പിന്നെ വലിയ വേദന ഉണ്ടാവുന്നില്ല. അതിൻ്റെ ഒരു റീസൺ ഇതായിരിക്കാം. അപ്പോൾ ഈ മണ്ടനായ അഖിൽമാരാർ ഈ ഒരു സംഭവം ചിന്തിക്കാതെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുദ്ധിയിൽ പെട്ടെന്ന് തോന്നിയ ഒരു സംഭവമാണ് ഈ പറഞ്ഞത്. വലിയ ഒരു ആന മണ്ടത്തരമായി അത് മാറുകയായിരുന്നു. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. ഒരു ഇൻഫ്ലുവൻസർക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. അതുമാത്രമല്ല, അദ്ദേഹം സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പോരാടുന്ന നിയുക്ത MLA ആയി മാറാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. 10,000 വോട്ടിന് തൃക്കാക്കരയിൽ ജയിക്കുമെന്നാണ് അഖിൽമാരാർ പറയുന്നത്. ഏറെ ദുഃഖകരമായ അവസ്ഥ. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് ഞാൻ കണ്ടതാണ്. ഈ പറയപ്പെടുന്ന, അതായത് വളരെ കൂളായി എൻ്റർടൈൻമെൻറ്റായി പ്രസവിക്കാൻ കഴിയുമെന്നിരിക്കെ തൻ്റെ ഭാര്യയുടെ പ്രസവം പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെന്ന് തോന്നുന്നു, എവിടെയാണെന്നറിയില്ല, ഹോസ്പിറ്റലിലാണ് നടത്തിയത്. അഖിൽമാരാർക്ക് 2 കുട്ടികളുണ്ട്. ലക്ഷ്മിയുടെ പ്രസവം ഹോസ്പിറ്റലിൽ നടത്തിയെന്നുള്ളത് ഏറെ ദുഃഖകരമായ, അതായത് അഖിൽമാരാരുടെ കള്ളത്തരം പൊളിയുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇതൊക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ആളായിട്ടും തൻ്റെ ഭാര്യയുടെ പ്രസവം വളരെ ഈസിയായി എൻ്റർടൈൻമെൻറ്റിലൂടെ വീട്ടിൽ പ്രസവം എടുക്കാൻ കഴിയുമെന്നിരിക്കെ മറ്റൊരു ഹോസ്പിറ്റലിൻ്റെ സഹായം തേടിയത് വളരെ ഞെട്ടിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം അഖിൽമാരാരുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് കരുതുന്നു. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയപ്പെടുത്താൻ. അതിൻ്റെ വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒന്നിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.